കറക്റ്റ് സമയാണല്ലോ. ഇപ്പൊ എന്തിനാ വീഡിയോ എടുക്കണേ? റോഡുമേൽ ഇറങ്ങിയാൽ അപ്പൊ ചായ വേണ്ട ചില ആൾക്കാരുണ്ടാവൂല്ലേ, അതിൽ പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് റോഡുമേൽ ഇറങ്ങിയ അപ്പൊ തന്നെ ചായ കുടിക്കണം. മീൻസ് അത് വലിയ ചായ വേണ്ട, ചായ പഴംപൊരിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. നമ്മളിപ്പം അപ്പൊ റോഡുമേൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മള് ഗ്യാസ് വാങ്ങാൻ പോയതാണ് ഗൈസ്. ഗ്യാസിന്റെ കുറ്റി കാണാലോ. ഞങ്ങളെ ഇന്ധൻ ആ ഗ്യാസ് ഇല്ലേ, അത് നിറയ്ക്കാൻ വേണ്ടിട്ട് HP ഗ്യാസ് കുറ്റിയും കൊണ്ടുപോയി. ഞാനാ പറഞ്ഞതാ മതിന്ന്. അപ്പൊ അവര് വളരെ ക്രൂരമായി പറഞ്ഞു തരില്ല. അത് കുഴച്ചില്ലോ ശബ്ദം. അപ്പൊ ഫിറു പറഞ്ഞത് എന്നോട്, ഇന്ധന് കിട്ടണമെങ്കിൽ ഇന്ധൻ തന്നെ കൊണ്ടോണ്ടി വരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഇന്ധൻ കിട്ടണമെങ്കിൽ ഇന്ധൻ തന്നെ കൊണ്ടുപോകണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്തായാലും ഗ്യാസ് അല്ലേ ഫിറു, രണ്ടും കുറ്റിയല്ലേ, ഗ്യാസ് അല്ലേ, സെയിം സാധനല്ലേ. നോ ഗ്യാസ്. ആ കുറ്റിയും കൊണ്ടുവന്ന് അപ്പൊ നിറയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ അമ്മച്ചിനെ വിളിച്ച് ചോദിച്ചു ആടെ ഇന്ധന്റെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു അവിടെ ഇല്ല. ആ അമ്മച്ചിന്റെ ഒന്ന് ഞങ്ങളെ കയ്യിൽ ഒന്നും അമ്മച്ചി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിന്നെ അമ്മച്ചി സെക്കൻഡ് താത്തനെ വിളിച്ച് സെക്കൻഡ് താത്തൻ്റെ അടുത്ത് പോയി. സെക്കൻഡ് താത്ത എന്ന് പറഞ്ഞാല് അമ്മായിന്റെ മോളുണ്ട് താത്ത. അപ്പൊ താത്തൻ്റെ അടുത്ത് പോയി ഇന്ധന്റെ കുറ്റി എടുത്ത് ഗ്യാസ് നിറച്ച് വരുന്ന വഴിക്ക് ചായ കുടിക്കണം. കൊറേ ദിവസമായിട്ട് ചായ തൂത്ത് കൊറേ ദിവസമായിട്ട് നമ്മൾ ഒരു സാധനം തപ്പിക്കൊണ്ട് നടക്കുന്നില്ലേ ഗൈസ്, മാംഗോസ്റ്റിൻ. ആ സാധനം ഇന്ന് 3 സ്ഥലങ്ങൾ കണ്ടു. ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ അത് കേടായി, മീൻസ് അത് നല്ലതല്ല എന്ന് അവരെന്നെ പറഞ്ഞു. അപ്പം അത് വാങ്ങിയില്ല. പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങി. അപ്പം തേടി നടന്ന വള്ളി കാലിൽ ചുറ്റി എന്ന് പറയൂലേ, ഇത് തേടി നടക്കാതെ തന്നെ കാലിൽ ചുറ്റി ഗൈസ്. ചായ കുടിക്കാൻ ഫുള്ള് ചായ പിടിക്കുന്ന മൊത്തം പറ്റിയ ഏതോ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യുന്ന പോലത്തെ വീഡിയോ ആക്കാം. എന്റെ ചില ആൾക്കാർ കാണാറില്ലേ, ഒരു വലിയ പാത്രം കൊണ്ടിട്ട് ചോറുന്നതിന് ഇരുന്നിട്ട് നമുക്കിനി അത് തുടങ്ങിയാലോ. വേറെ ഒന്നും രക്ഷപ്പെടുന്നില്ല ഗൈസ്. ഫാമിലി ബ്ലോഗ് നോക്കി നടക്കുന്നില്ല, ട്രാവൽ ബ്ലോഗ് നോക്കി നടക്കുന്നില്ല, റിയാക്ഷൻ വീഡിയോ നോക്കി നടക്കുന്നില്ല. ഇനി നമുക്ക് ഫുഡ് പിടിച്ചാലോ? വട്ട് പൊട്ടി ഇനിയുള്ള ഞാൻ എന്ത് കഴിച്ചാലും ഫിറുവിന്റെ നേരത്തെ കഴിയുകയാണെങ്കിൽ ഒരു കഷ്ണം ഞാൻ അവന് കൊടുക്കും. തള്ളൊന്നുമല്ല. ഫിറു തടിച്ചടിച്ച് പോകുന്നത് ഫിറു പറയുന്നേ. നല്ല ചായ അല്ലേ? ഇനി പറഞ്ഞ മധുരം കുറയ്ക്കാൻ. നല്ല പാകം, മധുരം വലിയതായിട്ടില്ല, ഏലക്ക വലിയതായിട്ടില്ല. ഐ മീൻ പായസം പോലെ ഇല്ല, ഏലക്ക ഉണ്ട്. പായസം പോലെ അല്ലാതെ നല്ല ചായ. നമുക്കില്ലേ ഒരു സാധനം തുടങ്ങിയാലോ, നമ്മൾ ചായ കുടിക്കുന്ന സ്പോട്ടുകളൊക്കെ ഇവർക്ക് കാണിച്ചിട്ടാലോ. കാരണം നമ്മൾ ഇഷ്ടം പോലെ ചായ കുടിക്കാറുണ്ട്. അപ്പൊ നമുക്കൊരു ചായ വർത്താനം എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങാം. സെറ്റ് ചായ വർത്താനം, ഫുൾ ഐഡിയ പെട്ടെന്ന്. അപ്പൊ ഇത് ചായ വർത്താനത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഗൈസ് ഇത്. ഓക്കെ, ചായ തീരണ്ടേ? അതേ സാധനം കാണിക്കണം അല്ലേ?
ഗൈസ് ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടന്ന അങ്കോസ്റ്റിൻ നോക്കി അന്വേഷിച്ച് നടന്ന മാംഗോസ്റ്റിൻ. ഓക്കെ, ഫൈനലി വി ഗോട്ട് ഇറ്റ് ഗൈസ്. ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്. വെരി മീൻസ് വെരി വെരി 260 ഗൈസ്. പക്ഷെ നമ്മൾ 260 അല്ല വാങ്ങിയത്, കാരണം നമുക്ക് ആവശ്യമുള്ള വാങ്ങിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഇത് ആക്രാന്തം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും 2 എണ്ണം കഴിച്ചായിരുന്നു. ഇനിയിപ്പോ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിക്കാം. ഓക്കെ, നേരത്തെ ഞാൻ പൊട്ടിച്ചു കൊടുത്തതാ, അപ്പൊ എന്നിട്ട് വായിൽ വെച്ചു കൊടുത്തതാ. ഫുഡ് ഇത് ഡ്രൈവ് ചെയ്യുമ്പോ ഗൈസ് ഇത് ശരിക്കും എന്താന്നറിയാവോ? ഇങ്ങനെ ഇങ്ങനെ അതാ ഇങ്ങനെ കാണിച്ചെടുക്കല്. അങ്ങനെ പാമ്പ്. ഗൈസ് ഇത് ശരിക്കും എന്താന്നറിയാവോ? നമ്മളുടെ എന്തിന്റെ പോലെ ഉണ്ടെന്ന് അറിയത്തിരോ? അത് മച്ചിങ്ങ പോലെയാ. പക്ഷെ ഇത് നമ്മളുടെ ഇത് കഴിക്കാറില്ലേ എല്ലാരും? കൊക്കോ കഴിച്ചിട്ടില്ലേ? ആ കൊക്കോന്റെ ഒരു ടേസ്റ്റാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൊക്കോ വർഗത്തിൽ പെട്ടാ തോന്നുന്നു എനിക്ക്. വേണ്ടേ നോക്കേ തരാ. തലമ്പായി. കൊക്കോ തന്നെ. കൊക്കോയാ? കുരു ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ നേരത്തെ കിട്ടിയില്ലൊന്നും കുരുവില്ല. ഞാൻ ഓർത്തു പക്ഷെ മാംഗോസ്റ്റിൻ പോലെ കുരു ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചൊവ്വയൊന്നും എങ്ങനെയാണെന്ന് രജിസ്റ്റർ ആയിരുന്നില്ല. അപ്പം ഫൈനലി ഇത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ ഗൈസ്. ഇനി ഈ ചായ എല്ലാം കുടിച്ച് ഇവിടെ വർത്തമാനം പറഞ്ഞിരുന്നാ പോരാ. എനിക്ക് ക്ലിനിക്ക് പോണം ഗൈസ്. ഏകദേശം 5 മണിയായോ? 5:30 ആയല്ലേ? ഓക്കെ ഗൈസ്, നമുക്കപ്പം ചായ വർത്താനത്തിന്റെ ഓക്കെ ഗൈസ്, അപ്പൊ ചായ വർത്താനത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് വളരെ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതാണ് ചായ വർത്താനം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ഫ്രം കടലൂർ.